ഹായ്, ഞാൻ ഒരു കഥ പറയാം. A1 പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ കൂടെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. പുള്ളി A1 പഠിക്കാൻ വന്നത് ഒരു ബിസിനസ് ട്രിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ജർമ്മനിയിലേക്ക് പോകുന്നതിൻ്റെ ഭാഗമായിട്ട് A1 പഠിക്കാനായിട്ട് വന്നതാണ്. അങ്ങനെ A1 എല്ലാം പഠിച്ചു കഴിഞ്ഞ് കോഴ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് പുള്ളി ജർമ്മനിയിലേക്കുള്ള വിസയൊക്കെ കിട്ടി. പുള്ളിക്കാരൻ ജർമ്മനിയിലോട്ട് പോയി. അവിടെ എത്തിക്കഴിയുമ്പോൾ പുള്ളി ഭയങ്കര പ്രതീക്ഷയോട് കൂടിയിരിക്കുകയാണ്. ഒരു A1 പഠിച്ച ഒരാൾക്ക് ജർമ്മനിയിലെത്തുമ്പോൾ കുറച്ചൊക്കെ ജർമ്മൻ സംസാരിക്കാൻ അറിയാം എന്നുള്ളൊരു ചെറിയൊരു ആത്മവിശ്വാസത്തോടു കൂടിയാണ് പുള്ളി ജർമ്മനിയിലെത്തുന്നത്. അങ്ങനെ അവിടെ എത്തിക്കഴിഞ്ഞ് വൈകുന്നേരമായപ്പം മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് അദ്ദേഹം എന്ത് ചെയ്തു, ഈ പറയുന്ന ജർമ്മനിയിൽ ജസ്റ്റ് ഒന്ന് ഇറങ്ങി കറങ്ങാനായിട്ട് ഇങ്ങനെ ഇറങ്ങി. അങ്ങനെ കറങ്ങി നടക്കുന്ന സമയത്ത് പെട്ടെന്ന് അദ്ദേഹം ഒരു കഫേ ഷോപ്പ് കാണുകയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നു. കയറിയിട്ട് ഒരു കോഫി കുടിക്കണം എന്നുള്ളൊരു ആഗ്രഹമായിട്ടാണ് കയറുന്നത്. അങ്ങനെ കോഫി കുടിക്കാനായിട്ട് പുള്ളിക്കാരൻ കയറിയ സമയത്ത് വലിയ പ്രിപ്പയർഡ് ആയിട്ടാണ് പുള്ളി പോകുന്നത് കേട്ടോ. അതായത് പുള്ളിയുടെ കീശയിൽ ഒരു പേപ്പറിൽ നിറച്ച് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. കുഞ്ഞു കുഞ്ഞു ക്വസ്റ്റ്യൻസ് കാര്യങ്ങളെല്ലാം എഴുതി വെച്ച് മടക്കി ഒരു കീശയിൽ വെച്ചിട്ടാണ് പുള്ളിക്കാരൻ ഇങ്ങോട്ട് പോകുന്നത്. അങ്ങനെ അവിടെ ചെന്ന് കഴിയുമ്പം ജർമ്മനിയിൽ ഈ വെയിറ്റർ എന്ന് പറയുന്നത് കെൽനർ എന്നാണ് പറയുക, കെൽനർ. ഓക്കെ, അപ്പോൾ കെൽനറിനെ നോക്കിയിട്ട് പുള്ളി പറയുന്ന ഒരു സെൻറ്റൻസ് ഇങ്ങനെയാണ്: können Sie mir bitte einen Kaffee geben എന്ന് പറയുകയാണ്. ഇങ്ങനെയാണ്, können Sie mir bitte einen Kaffee geben. അങ്ങനെ പറഞ്ഞ് ആ വെയിറ്റർ നോക്കി നിൽക്കുന്നു. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, എനിക്ക് ഒരു കോഫി തരാമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ ചോദിച്ച വഴിക്ക് പെട്ടെന്ന് കെൽനർ ഇങ്ങനെ സ്റ്റക്കായി നിന്നു. അതുപോലെ തന്നെ ബാക്കി അത് കണ്ടുകൊണ്ടിരിക്കുന്നവർ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും പുള്ളിയെ അങ്ങനെ ഭയങ്കര പകച്ച രീതിയിൽ നോക്കുക. അപ്പോൾ ഇതെന്താ അങ്ങനെ നോക്കണേന്ന് ആൾക്ക് ആദ്യം മനസ്സിലായില്ല. അപ്പോൾ ആൾ വിചാരിച്ചു തെറ്റിപ്പോയോ. പതുക്കെ അവരുടെ കണ്ണുകൾ നിറഞ്ഞപ്പം പതുക്കെ ഈ പേപ്പർ എടുത്തിട്ട് പുള്ളി അതിൽ നോക്കുകയാണ്. ഇതെന്തെങ്കിലും തെറ്റുണ്ടോ? കറക്റ്റ് ആണല്ലോ, können Sie mir bitte einen Kaffee geben. ഇത് കറക്റ്റ് ആണല്ലോ. എന്നിട്ട് അദ്ദേഹം വേഗം പേപ്പർ മടക്കിയിട്ട് കീശയിലേക്ക് വെച്ചു. എന്നിട്ട് നേരെ ഇരുന്നു. പതുക്കെ ഒന്ന് ഒബ്സർവ് ചെയ്യാൻ തുടങ്ങി. ഇതെന്തോ ഒരു പന്തികേടുണ്ട്, ഈ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്തോ പ്രശ്നമുണ്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ 2-3 പേര് ഇതിലേക്ക് കടന്നു വന്നിട്ട് ഒരാൾ ടേബിളിൽ ഇരുന്നിട്ട് വിളിച്ചു പറയാണ് കെല്ലറെ നോക്കി, ein Kaffee bitte. അപ്പോൾ അദ്ദേഹം നോക്കി. അടുത്ത ആൾ വന്നു. അടുത്ത ആളിലേക്ക് നോക്കി, ein Kaffee bitte, zwei Kaffee bitte. അപ്പോൾ പുള്ളിക്ക് അതിൽ നിന്ന് മനസ്സിലായി നമ്മൾ ഈ പറയുന്ന നീട്ടി വലിച്ചുള്ള ഒരു സെൻറ്റൻസിൻ്റെ ആവശ്യം അവിടെ ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം ഓർഡർ ചെയ്യുന്നത് എങ്ങനെയായിരുന്നു, എന്താണ്, einen Kaffee bitte എന്ന് പറഞ്ഞിട്ട് പുള്ളി അത് ഓർഡർ ചെയ്ത് അവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ നീട്ടി വലിച്ചു പഠിക്കുന്ന ഫ്രേസുകൾ ജർമ്മനിയിൽ ഉപയോഗമുണ്ടോ എന്നുള്ള ചോദ്യം ചോദിക്കുമ്പോൾ പരീക്ഷയ്ക്ക് ഉപയോഗമുണ്ട്. പിന്നെ ഓരോ സ്ഥലത്ത് എത്തുമ്പോൾ നമ്മൾ എന്താണ്, ചെറിയ രീതിയിൽ നമ്മളൊരു രാമൻചേട്ടൻ്റെ കടയിൽ കയറി ചായ ചോദിക്കുമ്പോൾ താങ്കൾ എനിക്കൊരു ചായ തരാമോ എന്നല്ല ചോദിക്കുന്നത്, ചേട്ടാ ഒരു ചായ ഒരു കടി എന്നല്ല ചോദിക്കുന്നത്. അതേപോലെ ചെറിയ വ്യത്യാസങ്ങൾ നമ്മൾ പഠിക്കുന്നതിൽ അവിടെ എത്തുമ്പോൾ ഉണ്ടാവും. ഈ ഒരു സ്റ്റോറി നമുക്ക് അതിൻ്റെ ഒരു കൾച്ചറും അവരുടെ ഒരു സ്വഭാവമായിട്ട് ബന്ധപ്പെട്ട ഒരു കുഞ്ഞൊരു ഇൻപുട്ട് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് പറഞ്ഞൊരു കഥയാണ്. ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഉച്ചാരണത്തിൻ്റെ ഒരു ആദ്യ പാഠം പോലെ ആ ഇ ഉ എന്ന് പറഞ്ഞ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. അതിനെക്കുറിച്ച് കുറച്ചും കൂടിയും എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു പാർട്ടിലേക്ക് നമ്മൾ കടക്കാനായിട്ട് പോവാണ്. ഓക്കെ, ഇവിടെ 2 വേർഡുകൾ കൊടുത്തിട്ടുണ്ട്. വേർഡ് നമ്പർ 1, ആദ്യം കൊടുത്തിരിക്കുന്ന വേർഡ് നിങ്ങളൊന്ന് പറയാനായിട്ടൊന്ന് ശ്രമിക്കാമോ? കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് പറയാൻ ശ്രമിക്കുക. ഓക്കെ, നിങ്ങൾ എന്തായാലും ആ വേർഡ് ഉച്ചരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ താഴെ കൊടുത്തിരിക്കുന്ന വേർഡ് ഒന്ന് പറയാൻ ഉച്ചരിക്കുക. അതായത് ആദ്യമായിട്ട് കാണുന്നവർക്കല്ല, ജർമ്മൻ പഠിച്ചുകൊണ്ടിരിക്കുന്നവരിത് കാണുന്നുണ്ടാവും. അപ്പോൾ അവരൊന്ന് ശ്രമിച്ചു നോക്കി, ഒന്ന് പറയാനായിട്ട് ശ്രമിച്ചു നോക്ക്. ഇപ്പം നിങ്ങളത് പറഞ്ഞിട്ടുണ്ടാവും. എങ്ങനെയാണെങ്കിൽ ഒരിക്കൽ ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പം കുട്ടികളോടത് വായിക്കാൻ പറഞ്ഞപ്പോൾ കുട്ടികൾ ആദ്യം ഒരു കുട്ടിയോട് ചോദിച്ചപ്പോൾ ആ കുട്ടി വായിച്ചത് ഇങ്ങനെയാണ്: ഗേഹൻ. കറക്റ്റാണ്, GAHEN, ഗേഹൻ. അങ്ങനെ തന്നെ വായിക്കാം. രണ്ടാമത്തെ കുട്ടി വായിച്ചത് സേഹൻ. അപ്പോൾ അവർ ഉച്ചരിച്ച് വായിച്ചു. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇത് ശരിക്ക് വായിക്കുന്നത് ഇങ്ങനെയല്ല. ശരിക്ക് വായിക്കുന്നത് എങ്ങനെയാണെന്ന് പറയാം. ദ ഫസ്റ്റ് വേർഡ് ഗേയൻ എന്നും സെക്കൻഡ് വേർഡ് സേയൻ എന്നുമാണ്. വൈ? അതിനെക്കുറിച്ചുള്ള എക്സ്പ്ലനേഷൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, നമുക്ക് അടുത്തതിലേക്ക് കിടക്കാം. ഇവിടെ കുറച്ച് പേരുകൾ കൊടുത്തിട്ടുണ്ട്. ഈ പേരുകൾ നമുക്കൊന്ന് വായിക്കാം. ഫസ്റ്റ് പേര് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്, ഫ്രൗ. അതെന്താ വായിക്കുക? മാലർ ഓർഡർ മലർ. ഓക്കെ, മാലർ. ഓക്കെ, ഇവിടെ ഈ കൊടുത്തിരിക്കുന്ന എന്ന് പറയുന്നത് നമ്മൾ നീട്ടിയാണ് വായിക്കേണ്ടത്. ക്ലിയർ? തൊട്ടപ്പുറത്ത് കൊടുത്തിരിക്കുന്നത് ഹെർ മാല. ഓക്കെ, ഇവിടെ എന്ന് പറയുന്നത് നമ്മൾ ഷോർട്ടായിട്ട് ഉപയോഗിക്കണം. അടുത്ത പേര് കൊടുത്തിരിക്കുന്നത് ഹെബൽ. ഓക്കെ, ഇവിടെ ഷോർട്ടായിട്ട് ഉപയോഗിക്കണം. ഫ്രൗ ഹേബൽ. ഇവിടെ നമ്മൾ നീട്ടിയാണ് നമ്മൾ ഉപയോഗിക്കുക. ഇവിടെ മൂന്നാമത് കൊടുത്തിരിക്കുന്നത് ഹെർ ഷീഫർ. ഇവിടെ നമ്മൾ നീട്ടി ഉപയോഗിക്കണം.
തൊട്ടപ്പുറത്തെ വേർഡിൽ ഫ്രൗ ഷിഫർ, ഇത് ഇ എന്ന് പറയുന്നത് ഷോർട്ടായിട്ടാണ് നമ്മൾ ഉപയോഗിക്കാം. ഇവിടെ കൊടുത്തിരിക്കുന്നത് ഫ്രൗ ഹോളണ്ട്. ഓക്കെ, ഹോളണ്ട് എന്നാണ്. ഹോളണ്ട് എന്ന് പറയുമ്പോൾ ഇവിടെ ഓ ഷോർട്ടാണ്. ഇപ്പുറത്ത് കൊടുത്തിരിക്കുന്നതിൽ ഹോലാൻഡ്. ഓക്കെ, ഹോലാൻഡ് എന്നാണ് പറയുക, ഹോലാൻഡ്. അപ്പം ഓ നീട്ടിയാണ് അവിടെ ഉച്ചരിക്കുന്നത്. സെക്കൻഡ് വേർഡ് ഫ്രൗ ഷ്മൂല. ഓക്കെ ഷ്മൂ. അപ്പോൾ ഊ എന്നുള്ളതാണ് നീട്ടി അവിടെ പറയാം. പക്ഷേ തൊട്ടപ്പുറത്തെ വേർഡിൽ ഹെർ ഷ്മുല. ഓക്കെ, ഷ്മുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഊ എന്ന് പറയുന്നത് അവിടെ നമ്മൾ ഷോർട്ടായിട്ടാണ് ഉപയോഗിക്കേണ്ടത്. ക്ലിയർ? ഓക്കെ, ഇവിടെ ഷോർട്ടായിട്ടാണ് നമ്മളത് ഉപയോഗിക്കാം. ദ നെക്സ്റ്റ് വൺ, സിക്സ്ത് വേർഡ് ഹെയർ മാസ്. ഓക്കെ, നീട്ടിയാണ് വായിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ നീട്ടി ഉച്ചരിക്കണം. ദ സെക്കൻഡ് വേർഡ് ഹെയർ മസ്. ഓക്കെ, ഹെയർ മസ്. ഓക്കെ, മസ് ആ ഷോർട്ടായിരിക്കും. അവസാനത്തെ വേർഡിലേക്ക് കിടക്കാം, ഫ്രൗ ഷിക്ക. ഇ എന്ന് പറയുന്ന ഷോർട്ടാണ്. അവിടെ കൊടുത്തിരിക്കുന്നത് ഷീക്ക എന്നാണ്. ഫ്രൗ ഷീക്ക എന്ന രീതിയിലോട്ടത് മാറുകയാണ്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഈ മാറ്റം വന്നത് എന്നുള്ളത് നമുക്ക് കുറച്ച് റൂൾസ് ആയിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. എന്തുകൊണ്ടാണ് ഇവിടെയൊക്കെ നീട്ടിയതും കുറച്ചതും എന്നുള്ളത് നമ്മൾ നോക്കാനായിട്ട് പോവാണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത് വോക്കാൽ പ്ലസ് വോക്കാൽ ഇസ്റ്റ് ഇമ്മർ ലാങ് കുർസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു ലാങ്ങും കുറിസും എന്താണെന്ന് നമ്മൾ പഠിച്ചു. കഴിഞ്ഞ വർഷത്തെ വീഡിയോ കാണാത്തവർ അത് കണ്ടതിന് ശേഷം ഇത് കണ്ടാൽ കുറച്ചും കൂടി ഇൻഫോർമേറ്റീവ് ആയിട്ട് നിങ്ങൾക്കത് മാറും. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന വോക്കാൽ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് ആ എ ഇ ഒ ഉ എന്ന് നമ്മൾ പഠിക്കുന്നതാണ് വോക്കാൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന വോക്കാൽ പ്ലസ് വോക്കാലിസ്റ്റ് ഇമ്മർ ലാങ് ആണോ കുറുസ് ആണോ എന്നുള്ളതാണ്. അപ്പോൾ രണ്ട് എക്സാമ്പിൾ സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്. ഹ ആ ആ ആർ എ എസ് എ എ. അപ്പോൾ അവിടെ രണ്ട് വോക്കാൽ അടുപ്പിച്ച് വന്നിരിക്കുക അല്ലേ, വോക്കാലും കൂടി ഒരുമിച്ച് വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വവ്വൽ ശബ്ദങ്ങളായിട്ടുള്ള ആ എ ഇ ഒ ഉ എന്ന് പറയുന്ന ശബ്ദം ഒരുമിച്ച് വരുന്നു. അപ്പോൾ ഒരു വോക്കാൽ അതിൻ്റെ കൂടെ തന്നെ അടുത്തൊരു വോക്കാൽ. അപ്പോൾ വോക്കാൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വരുവാണെങ്കിൽ എപ്പോഴും അതിൻ്റെ റൂൾ പറയുന്നത് എങ്ങനെയാണ്, അതെപ്പോഴും എന്തായിരിക്കും, ലാങ് ആയിരിക്കും, ലോങ് ആയിട്ട് ഉച്ചരിക്കണം. അതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാറ് സേ. അപ്പം അത് നീട്ടി വായിക്കണം എന്നുള്ളതാണ്. അതാണ് നമ്മൾ നേരത്തെ കണ്ടതിൽ ചില സ്ഥലങ്ങളിൽ നമ്മൾ നീട്ടി വായിച്ചതിൻ്റെ ഒരു കാരണം. ഈ സെക്കൻഡ് റൂൾ പറയുന്നത് വൊക്കാൽ പ്ലസ് ഹ ഇസ്റ്റ് ഇമ്മർ. നമ്മൾ ആദ്യത്തെ വേർഡിൽ നമ്മളത് പറഞ്ഞു അല്ലേ, ഗേയൻ സേയൻ. അതായത് ഏതെങ്കിലും ഒരു വവ്വലിൻ്റെ കൂടെ ആ എ ഇ ഒ ഉ എന്നൊക്കെ പറയുന്ന വവ്വലിൻ്റെ തൊട്ടപ്പുറത്ത് ഹ എന്ന് പറയുന്ന ശബ്ദം വരുവാണെങ്കിൽ നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ വവ്വൽ എന്ത് ചെയ്യണം, നീട്ടി വായിക്കണം എന്നുള്ളതാണ് അവർ പറയുന്നത്. അതായത് ലാങ് ആയിട്ട് വായിക്കണം. പിന്നെ അവിടെ ഒരു പ്രത്യേകതയുള്ളത്, ഈ ഹ നമ്മൾ എന്ത് ചെയ്യണം, സൈലൻ്റ് ആയിട്ട് ഉപയോഗിക്കണം. നേരത്തെ നമ്മൾ കണ്ടു ഗേഹൻ എന്ന് പറയില്ല, ഗേയൻ. അപ്പോൾ അവിടെ ഹ എന്ന് പറയുന്ന ഒരു വേർഡ് നമ്മളെ ഉച്ചരിച്ചില്ല എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതെപ്പോഴും നോട്ട് ചെയ്യുക. അതുപോലെ തന്നെ അടുത്ത് കൊടുത്തിരിക്കുന്നത് ഇ പ്ലസ് എ. ഇ പ്ലസ് എ എന്ന് പറയാൻ കുറച്ച് പേര് ഇന്നത് ഇതേ എങ്ങനെ പറഞ്ഞത് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ജർമ്മൻ ഭാഷയിൽ ഐ എന്ന് പറയുന്നതിന് ഇ എന്നും ഓക്കെ ഇ എന്ന് പറയുന്നതിന് എ എന്നുമാണ് ഉച്ചരിക്കുക. അത് ആൽഫബറ്റ്സിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇ പ്ലസ് എ ഇസ്റ്റ് ഇമ്മർ ഓൾവേസ്. ഇ പ്ലസ് എ എന്ന് വരികയാണെങ്കിൽ അതായത് ഇതുപോലെയാണ് എഴുതി കാണുന്നതെങ്കിൽ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, അത് ലാങ് ആയിട്ടായിരിക്കും കുറിസായിരിക്കോ, ലാങ് ആയിട്ട് ഉപയോഗിക്കണം. അതായത് അങ്ങനെ വരുമ്പോൾ ലാങ് ആയിട്ട് ഉപയോഗിക്കുക. അതായത് ബ്രീഫ് ബിയർ. ഓക്കെ, ബ്രീഫ് ബിയർ. അതായത് ബ്രീഫ് എന്നല്ല പറയാം, ബിയർ എന്നല്ല, ബിയർ ബ്രീഫ് എന്ന് പറയുന്ന നീട്ടി വായിക്കുന്ന ഒരു ഉച്ചാരണമാണ് ഹോക്സ് പ്രാഹയിലുള്ളത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഹോക്സ് പ്രാഹ എന്ന് പറയുമ്പോൾ എന്താണ്, ജർമ്മൻ ഭാഷയിലെ സ്റ്റാൻഡേർഡ് ജർമ്മൻ ഭാഷയെ പറയുന്നതാണ് ഹോക്സ് പ്രാഹ എന്ന് പറയുന്നത്. ഇനി ഹോക്സ് പ്രാഹയുടെ അടുത്തൊരു റൂള് വോക്കാൽ പ്ലസ് ഡബിളറ്റർ കോൺസോണാന്റ് ഇസ്റ്റ് ഇമ്മർ. അപ്പോൾ കുറച്ച് പേര് സ്റ്റക്കായി നിൽക്കുക, എന്താണ് ഈ കോൺസോണാന്റ്? ഇവിടെ മേടിച്ചൊരു വാക്കാണ്, ഈ വായിക്കുന്ന വാക്ക് ഇങ്ങനെയാണ് കോൺസോണാന്റ്. കോൺസോണാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വവ്വൽ അല്ലാതെ വരുന്ന ലെറ്ററുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എ ഇ ഒ ഉ, അതുപോലെ തന്നെ ആ ഉംലൗട്ട്, ഓ ഉംലൗട്ട്, ഊ ഉംലൗട്ട്, ഇതിനെല്ലാം ഒഴിച്ചു നിർത്തി വരുന്ന ബേ സേ ദേ എൽ എം അങ്ങനെ വരുന്ന ബാക്കി ലെറ്റേഴ്സിനെ, ബാക്കി ബുക്സ്റ്റാവിനെ എല്ലാം നമ്മൾ കോൺസോണാന്റ് എന്നാണ് പറയുക. അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് പിന്നെ അടുത്ത വീഡിയോയിൽ നമുക്ക് ഇനി വരുന്ന വീഡിയോസ് നമുക്ക് കേൾക്കാം. അപ്പോൾ വൊക്കാൽ പ്ലസ് കോൺസോണാന്റ് ആണ് വരുന്നതെങ്കിൽ രണ്ട് കോൺസോണാന്റ് വരണം. അപ്പോൾ ഇവിടെ നോക്കിക്കേ, എം ഉ ചെ എ എർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ ഊ എന്ന് പറയുന്ന വവ്വലിൻ്റെ ശേഷം രണ്ട് ടി വന്നിട്ടുണ്ട്. അതായത് ഊ എന്ന് പറയുന്നൊരു
വൊവലാണ്, വൊക്കാലാണ്. ചേ എന്ന് പറയുന്നത് എന്താണ്? കോൺസോണൻ്റ് ആണ്, വൊവൽ അല്ലാതെ വരുന്ന ഒരു ലെറ്ററാണ്. അപ്പം അത് രണ്ടെണ്ണം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ അത് ഷോർട്ടായിട്ട് പറയണമെന്നാണ് പറയുക. അത് അവിടെ എന്ത് വരാൻ റൂള്? കുറുസായിട്ട് ഉച്ചരിക്കണമെന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പം മുച്ച, അഫ്, കൊമ്മൻ. ഓക്കെ, ഒരിക്കലും കോമൻ എന്ന് പറയില്ല, ആഫ് ഇല്ല. അതുപോലെ തന്നെ മൂച്ച എന്ന് പറയില്ല, മുച്ച. ഓക്കെ, അതുപോലെ തന്നെ അവിടെ ഓ ഷോർട്ടായിട്ട് ഉച്ചരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അടുത്ത റൂൾ എന്ന് പറയുന്നത് വൊക്കാൽ പ്ലൂസ് സേക്ക ചെ സെറ്റ് ഉൻറ്റ് പേ എഫ് ഇസ്റ്റ് ഇമ്മ. എന്തായിരിക്കും? നമുക്കൊന്ന് ഗസ് ചെയ്യാം. കുറച്ച് വേർഡുകൾ കൊടുത്തിട്ടുണ്ട്, വേർഡ് ഒന്ന് വായിച്ചു നോക്കാം. സ്റ്റൂക്ക്, യെസ്റ്റ്, അഫൽ, ഫേർഡ്. ഇതിന് മനസ്സിലായി കാണുന്നത് എന്തായിരിക്കും? ഈ പറയുന്ന വേർഡെല്ലാം നമ്മൾ ഷോർട്ടായിട്ട് ഉച്ചരിക്കണം. അതായത് ഏതെങ്കിലും വൊവൽ കഴിഞ്ഞിട്ട് നമ്മൾക്ക് കിട്ടുന്ന വേർഡുകൾ സേക്ക, ചെ സെറ്റ്, പേ എഫ് എന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു വേർഡ് എപ്പോഴും എന്ത് ചെയ്യണം? ഷോർട്ടായിട്ട്. ആ ഒരു സേക്കയുടെ മുമ്പിൽ വരുന്ന ഉംലൗട്ടുകളും അതുപോലെ തന്നെയുള്ള വൊക്കാലും നമ്മൾ എന്ത് ചെയ്യണം? ഷോർട്ടായിട്ടാണ് ഉച്ചരിക്കുക. സ്റ്റൂക്ക്, യെസ്റ്റ്, ആഫൽ, ഫേർഡ്. ദ ലാസ്റ്റ് റൂൾ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ലാസ്റ്റ് റൂൾ നമുക്ക് നോക്കാം. വൊക്കാൽ പ്ലസ് ഷാർഫസ്, അല്ലെങ്കിൽ നമ്മൾ അതിനെ പറയും SH എന്ന് പറയുന്ന ഒരു വേർഡ് നമ്മളതിൽ ഉപയോഗിക്കും. എന്ന് പറഞ്ഞാൽ വൊവൽ കഴിഞ്ഞ് ഈ പറയുന്ന എസ് പോലെ ഇരിക്കുന്നു. നമുക്ക് ഈ ഒരു ബാ പോലെ മലയാളത്തിൽ കാണുന്ന ഈ ഒരു അക്ഷരത്തിന് SH എന്ന് പറയും, അല്ലെങ്കിൽ എന്ത് പറയും? നമ്മൾ പറയുന്നത് ഷാർഫസ് എന്ന് നമ്മൾ എളുപ്പത്തിൽ പറയാനായിട്ട് പറ്റും. ഇത് നമ്മൾ ഉച്ചരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു വൊവല് മുന്നിലുണ്ടെങ്കിൽ ആ വൊവലിനെ നമ്മൾ നീട്ടിയാണ് ഉപയോഗിക്കുന്നത്. അതായത് ലാങ് ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പം എന്തോ ഉപയോഗിക്കുക? എങ്ങനെയാണ് ആയിക്കാണ് വായിക്കുന്നത്? ഗ്രൂസ്, അതുപോലെ തന്നെ സ്യൂസ്, ഗ്രൂസ്, സ്യൂസ്. ഓക്കെ, അപ്പോൾ എന്നുള്ളത് നീട്ടി, സ്യൂസ് എന്നല്ല, സ്യൂസ്. അതുപോലെ തന്നെ എന്താണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്? ഗ്രൂസ് എന്നല്ല പറയുന്നത്, ഗ്രൂസ്. ഓക്കെ, ഗ്രൂസ്. അപ്പോൾ ഇങ്ങനെ നീട്ടിയും ചുരുക്കിയും വായിക്കണം എന്നുള്ള റൂൾ ക്ലിയർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ചെറിയൊരു ആക്ടിവിറ്റിയിലേക്ക് പോവാം. അതായത് ആദ്യത്തെ ഒരു വേർഡ് ഇവിടെ കൊടുത്തിരിക്കുന്നു, പ്ലാറ്റ്സ്. ഓക്കെ, പ്ലാറ്റ്സ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ വേർഡ് നിങ്ങൾക്ക് മനസ്സിലായി. ടേ സെഡ് എന്ന് പറയുന്ന ഒരു വേർഡിൻ്റെ മുന്നിലാണ് എന്ത് വന്നിരിക്കുന്നത്? വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. നമ്മൾ നേരത്തെ കണ്ട ബോർഡ് അനുസരിച്ച് എങ്ങനെയാണ്, നമ്മുടെ റൂൾ അനുസരിച്ച് ഇതെങ്ങനെ വരണം? യെസ്, ഉത്തരം ഇത്രയാണ്. അത് ഷോർട്ടായിട്ട് ഉച്ചരിക്കണം. അപ്പോൾ നമ്മൾ പ്ലാറ്റ്സ് എന്ന് പറയും. അതുകൊണ്ട് പ്ലാറ്റ്സ് എന്ന് പറയില്ല, പ്ലാറ്റ്സ് എന്ന് പറയും. അങ്ങനെയാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. താഴെ തന്നിരിക്കുന്ന ഈ 3 വേർഡുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 3 വേർഡുകൾ വായിക്കുക. എന്നിട്ട് നിങ്ങൾ ആ വേർഡ് വായിച്ചിട്ട് എവിടെയാണോ നീട്ടേണ്ടത്, ചുരുക്കേണ്ടതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അത് നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ അതിൻ്റെ ഉത്തരമായിട്ടൊന്ന് ഇടാവോ. ഓക്കെ, നമുക്ക് നോക്കാം എത്ര പേർക്ക് അത് ശരിയാക്കാൻ പറ്റുന്നുണ്ടെന്നുള്ളത്. നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ലെങ്കിൽ തിരിച്ച് വീഡിയോയിൽ ചെല്ലുക, പിന്നെയും നോക്കുക, അത് ഉത്തരം എഴുതുക. എത്ര പേർക്ക് അത് ചെയ്യാൻ പറ്റുമെന്ന് നമുക്കൊന്ന് നോക്കാം. ഇത്രയുള്ള വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ കണ്ടു ടേ സെഡ് എന്നുള്ളതാണ് കണ്ടത്. അപ്പോൾ ഇങ്ങനെ എഴുതുക. ടേ സെഡ് എന്ന് എഴുതിയതിന് മുമ്പിൽ വൊവൽ ആയാണ്. നമ്മളത് കമൻറ്റ് ബോക്സിൽ ലാങ് എന്ന് എഴുതി വെക്കുക. അതുപോലെ ഈ പറയുന്ന 1, 2, 3 ഈ 3 വേർഡുകളുടെ എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടതെന്ന് ഇതുപോലെ ഡിസ്ക്രിപ്ഷനിൽ ആ വേർഡിൻ്റെ കൂടെ നിങ്ങൾ എഴുതി ഒന്ന് കമൻറ്റ് ചെയ്യാവോ. ഇനി നമുക്ക് അടുത്ത സെഷനിൽ കാണാം. ബൈ. Auf Wiedersehen.